ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്താൻ ഇടയില്ലാത്ത ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തുകയാണ് നിത്യലക്ഷ്മിയുടെ ചിതമ്പലുകൾ. ചിതമ്പലുകൾ എന്നാൽ മത്സ്യശരീരത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ശൽക്കങ്ങളാണ്. ചിതമ്പലുകൾ ഇല്ലാത്ത അല്ലെങ്കിൽ ചിതമ്പലുകൾ ഉള്ള അല്ലെങ്കിൽ ഉണ്ടെന്നും ഇല്ലെന്നും നടിക്കുന്ന മനുഷ്യരുടെ 9 കഥകളുടെ സമാഹാരമാണ് ചിതമ്പലുകൾ. ചിതമ്പലുകൾ ഇല്ലാത്ത ഞാൻ എന്ന ആദ്യ കഥയിൽ തന്നെ പുസ്തകത്തിലേക്ക് വായനക്കാർ വീണു പോയിരിക്കും തീർച്ച. മഴയിലെ ബസ് യാത്രയും മഴ പോലെ നനുത്ത പ്രണയവും നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രണയത്തിൻ്റെ നനവോ കുളിരോ ഇല്ലാത്ത, നഷ്ടപ്രണയത്തിൻ്റെ വിരഹമോ വേദനയോ ഇല്ലാത്ത, ചെതുമ്പലുകളില്ലാത്ത പച്ചയായ സ്വത്വത്തിലേക്കാണ്. അങ്ങനെ നമുക്ക് ചുറ്റും നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ മനുഷ്യരാണ് ഈ പുസ്തകത്തിനുള്ളിലെങ്കിലും അവരെ മാരകമായ മൂർച്ചയോടെ വായനക്കാരിലേക്ക് പ്രയോഗിക്കുന്നിടത്താണ് നിത്യലക്ഷ്മി എന്ന എഴുത്തുകാരിയുടെ വിജയം. അതുതന്നെയാണ് ഈ പുസ്തകത്തിൻ്റെയും വിജയം. വായിക്കുമ്പോൾ കണ്ണു നിറയുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും വായിക്കേണ്ടി വന്ന കഥയാണ് സാക്ഷ്യം. ബലാത്സംഗം ചെയ്യപ്പെടുന്നവർ ആത്മഹത്യ ചെയ്യുന്നത് ശരീരത്തിൻ്റെ വേദന കൊണ്ടല്ല, ആത്മാഭിമാനം നശിച്ചു പോകുന്നത് കൊണ്ടാണ് എന്ന് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനെയും ചന്ദ്രനെയും കാണാതാകുന്നിടത്തോളം കാലം ഭൂമിയിൽ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പെൺകുട്ടി തൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വായനക്കാരന് കണ്ണു നിറയാതിരിക്കാൻ കഴിയുന്നത്? അങ്ങനെ ചെതുമ്പലുകളില്ലാത്ത മനുഷ്യരെ മാത്രമല്ല നിത്യലക്ഷ്മി പുസ്തകത്തിൽ നമ്മെ പരിചയപ്പെടുത്തുന്നത്, കരയും കടലിനെയും പോലും അങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. രചനാശൈലിയുടെ വൈഭവം കൊണ്ട് തീർത്തതുകൊണ്ടാവാം ചില കഥാപാത്രങ്ങളുടെ മനസ്സും ജീവിതവും ചിന്തയും എൻ്റെ മനസ്സിലുണ്ട്. പേരുകൾ ഇല്ലാത്തതാണോ, ഞാൻ ഓർക്കാത്തതാണോ? എന്തായാലും ഞാൻ ഓർക്കുന്ന ഒരു പേരുണ്ട്, ഇച്ചയി. ഇച്ചയി ആരാണ്, എന്താണ് എന്നറിയണമെങ്കിൽ വായിച്ചനുഭവിക്കാനുള്ളത് വായിച്ച് തന്നെ അനുഭവിക്കണം. ഇതുവരെ ഈ പുസ്തകം വായിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അപ്പോൾ അടുത്തൊരു പുസ്തകത്തിൻ്റെ റിവ്യൂമായിട്ട് വീണ്ടും കാണാം. ബൈ.